ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം മൂലം ജീവിതം വഴിമുട്ടി പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസ് പ്രദേശവാസികൾ. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡിൽ വടക്കേത്തറ വില്ലേജ് ഓഫീസും പരിസരവും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് രൂക്ഷമായ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വ്യാപകമായിട്ടുള്ളത്. വീടുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ചുവരുകളിലൂടെ അരിച്ചെത്തുന്ന ഒച്ചുകൾ മുട്ടയിട്ട് പെരുകി പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. വർഷങ്ങളായി മഴക്കാലങ്ങളിൽ സംജാതമാകുന്ന ആഫ്രിക്കൻ ഒച്ച് ശല്യത്തിന് പുറമെ അറപ്പുളവാക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതിന് പോലും സാധ്യമല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കൂട്ടമായാണ് മിക്കവാറും ഇവയെ കാണപ്പെടുന്നത് എന്നതിനാൽ തന്നെ അറിയാതെ ശരീരഭാഗങ്ങൾ ഒച്ചുകളുടെ മേലെ സ്പർശനമേൽക്കേണ്ടി വന്നാൽ ചൊറിച്ചിലും മറ്റുമാണ് അനുഭവിക്കേണ്ടി വരുന്നതും. ജനജീവിതം ദുസ്സഹമാക്കുന്ന ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യത്തെക്കുറിച്ച് പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസിന് സമീപം ഹോണ്ട പ്ലസ് എന്ന സ്ഥാപനത്തിൽ മെക്കാനിക്കായ അജീഷ് വിവരിക്കുന്നു. എന്റെ തൊട്ടടുത്താണ് ഇവിടെ എന്റെ സ്ഥാപനം ഉള്ളത്. ഞാൻ മെക്കാനിക്കാണ്, ബൈക്ക് സർവീസ് സെന്റർ ആണ്. പിന്നെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 22-ാം വാർഡാണ് ഇപ്പോൾ. ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട്, ഞാൻ 10 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. 10 വർഷമായിട്ട് ഈ ആഫ്രിക്കൻ ഒച്ച് ഇത് മഴക്കാലത്ത് മാത്രമാണ് ഇവരെ കാണുള്ളൂ. പെറ്റു പെരുകി, അതായത് ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുതിയത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ സീസൺ ഈ വലുതായൊക്കെ ചത്തുപോയതിനു ശേഷം പിന്നെ ഈ ബ്രാഞ്ചസ് പുതിയത് വരുന്നത് അടുത്ത മഴക്കാലം സീസണിൽ ഡബിൾ 10 മടങ്ങായിട്ടാണ് ഈ സാധനം പുറത്തേക്ക് വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ മേത്തട്ട് കയ്യിലാവും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചൊറിച്ചിൽ, അലർജി, അങ്ങനെ പല പ്രശ്നങ്ങളും. സത്യം പറഞ്ഞാൽ ഇതൊന്ന് നമ്മുടെ എവിടെയെങ്കിലും വല്ല ഇതായിരിക്കും ഒന്നിലും തല്ലിക്കൊല്ലണം, അല്ലെങ്കിൽ അതിൽ ഉപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് ഇതിനെ നമ്മൾ റിലീസ് ചെയ്യാറ്. ഇതിനു മുമ്പ് നിരവധി ചാനലുകൾ കൊടുത്തിട്ടുള്ളതാണ്, പേപ്പറിലും വന്ന് നമ്മുടെ പഞ്ചായത്തിലും ഇതിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടൊരു ആരോഗ്യപ്പോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്കാരോ ഇവിടെ രംഗത്ത് വന്നിട്ടില്ല. ഇതെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ഒന്നും വന്നിട്ടില്ല ഇവിടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് കണ്ടു നോക്കിയത് നിറച്ച് ഈ സാധനം വലുതും ചെറുതുമായിട്ട് പകൽ സമയത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കും, രാത്രി സമയങ്ങളിലാണ് ഇത് കൂടുതൽ ഇറങ്ങി നടക്കുക. അപ്പൊ ഈ താഴത്തൊക്കെ നോക്കി കാണാം, ഇവിടെയൊക്കെ ഇതിന്റെ വേസ്റ്റ്, ഇതിൽ ഈച്ചയൊക്കെ വന്നിരുന്ന് ഇത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഞങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ അവിടെയൊക്കെ ഇതിന്റെ ബാക്കി ഈച്ചയും കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ഈ സാധനം. ഇതിന് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നാൽ വളരെ ഉപകാരമായി. ഇല്ലെങ്കിൽ വരും നമുക്ക് പുതിയ രോഗങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. കാർഷിക വിളകൾക്കും ഭീഷണിയായി തീരുന്ന ഈ ഒച്ചുകൾ റോഡിലേക്കും മറ്റും ഇറങ്ങുന്ന സാഹചര്യത്തിൽ വാഹനത്തിനടിയിൽപ്പെട്ട് ചത്തരയുമ്പോൾ ഈച്ചകൾ വന്നെത്തുന്നത് മൂലം ഭക്ഷണം കഴിക്കുവാൻ തന്നെ ഭയപ്പാടിലാണ് പ്രദേശവാസികൾക്ക്. സാംക്രമിക രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന സ്ഥിതിഗതിയിൽ വിവരമറിഞ്ഞിട്ടും ആരോഗ്യവകുപ്പോ മറ്റുള്ളവരോ പ്രദേശത്തെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ഉയരുകയാണ്. വടക്കേത്തറയിൽ റീസർവേ ഓഫീസ് കൂടിയായ വില്ലേജ് ഓഫീസിൽ ജീവനക്കാരുടെ സേവന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടേകി ഒച്ചുകൾ പെരുകുകയാണ്. സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായ MK വിനോദ് ഓഫീസ് സംബന്ധമായ തിരക്കുകൾക്കിടയിലും ആഫ്രിക്കൻ ഒച്ചുകൾ മൂലം നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചു. വടക്കേത്തറ വില്ലേജ് ഓഫീസിൽ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഈ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യമുണ്ട്. അത് മഴക്കാലമായി കഴിഞ്ഞാലാണ് കൂടുതൽ ശല്യമുള്ളത്. അത് നമ്മുടെ ഇങ്ങനെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയും നമ്മൾ മാക്സിമം ഉപ്പ് അങ്ങനെയുള്ളത് ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വേനൽക്കാലം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മണ്ണിൻ്റെ അടിയിൽ ഇവിടെ ആയിട്ടാണ് ഉണ്ടാവാറ്. മഴക്കാലം വെള്ളത്തിൻ്റെ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വന്ന് ഭയങ്കര ശല്യമാണ്. ഒരു 4-5 വർഷമായിട്ടാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾ മാക്സിമം നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇഷ്ടംപോലെ മുട്ടയിട്ടിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വില്ലേജ് ഓഫീസിൽ കാഷ്വൽ സ്വീപ്പർ അടക്കം 3 പേരാണുള്ളത്. രാവിലെ ഓഫീസിൽ വന്നെത്തിയാൽ ആദ്യത്തെ ജോലി കൂട്ടമായി എത്തുന്ന ആഫ്രിക്കൻ ഒച്ചുകളെ നീക്കം ചെയ്യുക എന്നുള്ള ശ്രമകരമായ ജോലിയാണ് എന്ന് സ്വീപ്പറായ P ലക്ഷ്മിക്കുട്ടിയും വ്യക്തമാക്കി. വടക്കേത്തറ വില്ലേജിലെ സ്വീപ്പറാണ് ഞാൻ. രാവിലെ 9-9:15 വന്നിട്ട് ഓഫീസ് തുറക്കണ സമയത്ത് ഓഫീസും മുറ്റവും പരിസരം മുഴുവൻ ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ട് നിറഞ്ഞിട്ട് 3-4 വർഷമായിട്ട് ഭയങ്കര ശല്യമായി തീർന്നിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അവരുടെ കൂട്ടത്തോടെ ഇരിക്കുന്നതാണ്. ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ അവരെ ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് നശിപ്പിക്കലാണ് ഞങ്ങളുടെ ജോലി. വേറെ ജനങ്ങൾക്ക് വന്നാലും പേടിച്ചിട്ട് വേണം ഇവിടെ വരാന്തകളിലൊക്കെ ഇരിക്കാൻ. പിന്നെ സാറുമാരുടെ വണ്ടികളിലൊക്കെ കയറി കൂടുന്നുള്ള ഭീതിയുണ്ട് എല്ലാവർക്കും. അതിനാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് പറയുന്നു.
ഒച്ചുകൾ മൂലമുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ദുസ്സഹ ജീവിതം അവസാനിപ്പിക്കുന്നതിനായി അധികൃതർ ഇനിയെങ്കിലും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും അഭ്യർത്ഥന. CCV ന്യൂസ്, പഴയന്നൂർ.